പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ 3 മാലദ്വീപ് മന്ത്രിമാർക്ക് സസ്പെൻഷൻ. വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. മന്ത്രിമാരായ മറിയം ഷിവുന, മൽഷൻ, ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. മന്ത്രിയുടെ പരാമർശം രാജ്യത്തിന്റെ നിലപാടല്ലെന്ന് മാലദ്വീപ് അറിയിച്ചിരുന്നു. വിവാദ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇന്ത്യയുടെ എതിർപ്പിന് പിന്നാലെ മന്ത്രിമാർക്കെതിരെ കൂട്ടത്തോടെ നടപടിയുണ്ടാകുന്ന സാഹചര്യം. മാലദ്വീപ് ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അറിയിക്കുന്നത് എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലുണ്ടായ വ്യാപക പ്രതിഷേധം, ഒപ്പം തന്നെ ഇന്ത്യക്കാർ ഈ മാലദ്വീപിലേക്കുള്ള യാത്ര റദ്ദാക്കുകയും മാലദ്വീപിലേക്ക് ഇന്ത്യക്കാർ യാത്ര ചെയ്യരുത്, വിനോദസഞ്ചാരികൾ പോകരുത് എന്ന തരത്തിലുള്ള പ്രചരണം ശക്തമാവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം കടന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി, കടുത്ത നടപടി തന്നെ മാലദ്വീപ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയ 3 മന്ത്രിമാർ, മന്ത്രി മറിയം ഷിവുന, മന്ത്രി മൽഷൻ, മന്ത്രി ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാലദ്വീപ് സർക്കാർ. ഇക്കാര്യം മാലദ്വീപിന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇബ്രാഹിം ഖലീൽ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മന്ത്രി സിഹാൻ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ നടപടിയെടുത്തു എന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് നടത്തിയ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. മന്ത്രി സിഹാനും ഒപ്പം തന്നെ മന്ത്രി മൽഷൻ എന്നിവർ ഈ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ മാലദ്വീപ്സിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് മാറ്റാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെങ്കിൽ കടുത്ത തരത്തിലുള്ള ആക്ഷേപകരമായ പരാമർശമാണ് മന്ത്രി മറിയം ഷിവുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ തരത്തിലുള്ള പ്രചരണം ഈ മന്ത്രിമാർക്കെതിരെ ഉണ്ടായിരുന്നു. ഇന്ത്യ ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഔദ്യോഗികമായി തന്നെ മാലദ്വീപ്സിനെ അറിയിക്കുകയും മാലദ്വീപ്സ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. മന്ത്രിമാർ നടത്തിയത് വ്യക്തിപരമായ പരാമർശമാണ് എന്നും അത് രാജ്യത്തിന്റെ നിലപാടല്ല എന്നും മാലദ്വീപ് അറിയിച്ചിരുന്നെങ്കിലും പ്രതിഷേധം അവസാനിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് നടപടിയെടുത്ത പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം മാലദ്വീപ് സർക്കാർ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 8,000-ഓളം ഹോട്ടൽ ബുക്കിങ്ങുകളും 2,500-ലേറെ ഫ്ലൈറ്റ് ടിക്കറ്റുകളും ഇന്ത്യക്കാർ റദ്ദാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിലാണ് 3 മാലദ്വീപ് മന്ത്രിമാർക്ക് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്.